देविकानन्दनाय विद्महे वासुदेवाय धीमहि तन्नो कृष्णः प्रचोदयात्। ॐ देविकानन्दनाय विद्महे वासुदेवाय धीमहि तन्नो कृष्णः प्रचोदयात्। ॐ देविकानन्दनाय विद्महे वासुदेवाय धीमहि ॐ देविकानन्दनाय विद्महे वासुदेवाय धीमहि तन्नो कृष्णः प्रचोदयात्। देविकानन्दनाय विद्महे वासुदेवाय धीमहि तन्नो कृष्णः प्रचोदयात्। മണി ഓ മണിയേ എണിച്ചല്ലേ ഉള്ളൂ. നീ ഇങ്ങോട്ട് വാ. എന്തോന്ന് പ്രാർത്ഥിക്കാൻ സമയം ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. എന്തോ മണി ഇതൊക്കെ കണ്ടൂടെ? അത് കണ്ട് മനസ്സിലായി. പക്ഷെ ഇന്നുവരെ ഈ വീട്ടിൽ ഇങ്ങനെ ഒരു ചിട്ടയില്ലല്ലോ. ഇതാകുമ്പോ രാവിലെ തന്നെ ഐശ്വര്യമായിട്ട് വിളക്ക് കത്തിച്ച് നീ കുളിച്ച് ഭംഗിയായിട്ട് വന്ന് തൊഴുത് പ്രാർത്ഥിക്കുന്നു. എന്താ സംഭവം എന്ന് വെച്ചാലേ, ഞാനൊരു പുസ്തകത്തിൽ വായിച്ച് നമ്മൾ രാവിലെ എണിച്ച് കുളിച്ച് ഐശ്വര്യമായിട്ട് വന്നിരുന്ന് ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ വീടിന് നല്ല ഐശ്വര്യം ഉണ്ടാവും, ഭയങ്കര പുരോഗതിയൊക്കെ വരുന്നു. കറക്റ്റ്. ഞാനൊരു പുതിയ ഞാനായി മാറാനുള്ള ഒരു പരിപാടിയിലൊക്കെയാണ്. നന്നായി മണി, നല്ല കാര്യം. ഇപ്പോഴാണ് ഇതൊരു വീടായത്. ഞാനും കൂടെ വരാം പ്രാർത്ഥിക്കാം. എങ്ങോട്ട് പോണ്? കുളിക്കാതെ ഒന്നും പൊക്കൂടാ. ചെല്, കുളിച്ച് പല്ലേച്ച് വാ. നീ ഒരു കാര്യം ചെയ്യ്, എന്തായാലും നല്ല കാര്യം. ആ പിള്ളേരെ കൂടെ വിളിച്ചോ ഒന്ന് ഇവിടെ ഇരുത്തി പ്രാർത്ഥിക്കാം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ പോയി കുളിച്ചിട്ട് വന്നേ. ഈശ്വരാ രക്ഷിക്കണേ, നല്ലത് മാത്രം വരുത്തണേ. നാരായണ 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 നാരായണ. കാക്കത്തമ്പുരാട്ടി കറുത്ത മണ. എന്താ ചിരിക്കുന്നേ? അല്ല, പാട്ടൊക്കെ കേട്ടപ്പോ ചിരി വന്നു. എന്ത് പറ്റി? പക്ഷേ മണി, സത്യത്തിൽ ഇപ്പൊ പാടാൻ പറ്റിയ പാട്ട് എന്നറിയുമോ? വെണ്ണ തോൽക്കുമുടലോടെ. എന്ത് പറ്റി? എന്റെ രവി നല്ല ഭംഗിയായിരിക്കും, സുന്ദരിയായിരിക്കും. എന്ത് പറ്റി? എനിക്ക് മനസ്സിലായി, പിള്ളേരെ ക്രീമൊക്കെ എടുത്ത് തേച്ച്. ഓ പിന്നെ ക്രീം തേച്ചല്ലേ സൗന്ദര്യം വരുത്തണേ. ഒന്ന് പോ അവിടുന്ന്. ഈ ലുക്ക് കണ്ട് വീണല്ലേ നിങ്ങൾ എന്നെ കെട്ടിയത്? പണി എടുത്തോണ്ടിരിക്കുമ്പോ കൊഞ്ചം വരുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിള്ളേരെ കെട്ടിച്ചു വിടാൻ നേരത്തെ ചെറുതായിട്ട് മുട്ടിയതല്ലേ ഉള്ളൂ. നല്ല വേദന ചേട്ടാ. ഇങ്ങോട്ട് വന്നാണ് മുട്ടിക്കൊണ്ടിരുന്നത്. എന്നെ കൊണ്ട് പറയിപ്പിക്കില്ല. രാവിലെ പണി എടുക്കണതിനിടയിൽ വന്ന് കൊഞ്ചെല്ലാം ഞാൻ പറഞ്ഞു. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അടുക്കളയിൽ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? സാമ്പാർ. എന്ത് നല്ല ചോദ്യം. അടുക്കളയിൽ എല്ലാവർക്കും നല്ല സുഖമായി ഇരിക്കുന്നു. ആ പിന്നെ ഇത്തവണ വാങ്ങിച്ച സാധനങ്ങൾ ഒന്നും തേഞ്ഞില്ല. വെളിച്ചെണ്ണ 1 കിലോ കൂടെ വാങ്ങിച്ചൂടെ? നീ എന്താണ് വെളിച്ചെണ്ണ എടുത്ത് കുടിക്കുന്നത്? നീ മനസ്സിലാവുന്നില്ല. വെളിച്ചെണ്ണ ആദ്യം കൊണ്ടുവരുമ്പോ 5-6 കിലോ ഞാൻ കുടിക്കും. അത് കഴിഞ്ഞ് പിള്ളേർക്ക് കുറച്ച് കൊടുക്കും. ബാക്കിയുള്ള ലേശം വെച്ചാണ് ഞാൻ പാചകമൊക്കെ ചെയ്യണേ. ഇനി കുറച്ച് നിങ്ങൾക്ക് കൂടെ കലക്കി തരട്ടാ. നാളെ പോലെ ഞാൻ കുറച്ച് ആവണക്കെണ്ണ വാങ്ങിച്ചില്ല, അത് കൂടി നന്നായി. ശരി, ചായയില് രാവിലെ ആവണക്കെണ്ണ കലക്കി തരാം നന്നായിട്ട്. നീ പാഷാണം വരെ കലക്കി തരുവോടി? പാഷാണം വേണമെങ്കിൽ പാഷാണോ കലക്കി തരും. അതാണ് എന്റെ ശീലം. നീ മറ്റേ ഭാർഗവൻ പിള്ളയുടെ മോളല്ലേ? ചെയ്യും ചെയ്യും ചെയ്യും. എടി രണ്ടെണ്ണം എവിടെ? അയ്യോ പിങ്കി പിങ്കി എന്ത്
നീ ഇങ്ങോട്ട് വാ. എന്താ ചേച്ചി? ഫുട്ബോൾ പോലെ ഉരുണ്ട് പോവാതെ ഇങ്ങോട്ട് വാടി. എന്ത് കാര്യം പറ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ വിളിക്കുമ്പോ എന്താ ഏതെന്ന് ചോദിക്കരുതെന്ന്. ഇങ്ങോട്ട് വാ. ചോദിക്കാതെയും പറയാതെയും വന്നതിന്റെ ക്ഷീണം എനിക്ക് ഇതുവരെ മാറിയില്ല. എന്റെ പൊന്നു മോളെ, നിന്നെ ഒന്നും ചെയ്യാനല്ല, നീ ഇങ്ങോട്ട് വാ. രണ്ടും കേൾപ്പിച്ച് വരാ. വാ. വേറെ ഒന്നും നടക്കൂലല്ലോ. അപ്പൊ വിളിച്ചാ വരാ അറിയാം. ഗുഡ് ഗേൾ. ഞാനേ എന്നെ വിളിച്ചതേ, നീ കൈ ഇങ്ങനെ പൊക്കി വെച്ചോണ്ടിരിക്കണം. അപ്പൊ ഞാൻ കാലിങ്ങനെ വെച്ച് ചവിട്ടും. എനിക്ക് എത്രത്തോളം ഹൈറ്റിൽ പൊക്കാൻ പറ്റും എന്ന് നോക്കാൻ വേണ്ടിട്ടാണ്. വേണ്ട വേണ്ട, കൈയും കാലൊക്കെ ഒടിയുള്ള പരിപാടിയല്ലേ, ഞാൻ ഇല്ല. ഈ നിനക്ക് ഇത്ര പേടിയാ? പേടിയൊന്നുമില്ല, എന്നാലും ഞാൻ ഇല്ല. എന്നാ ശരി, അത് വേണ്ട, ഞാൻ പുഷപ്പ് ചെയ്യാം. അപ്പൊ നീ അത് കൗണ്ട് ചെയ്യോ? ഓക്കെ ഓക്കെ. മൂക്കിടിച്ച് വീഴാനുള്ള പരിപാടിയാണ്. നീ എണ്ണടി. ജയ് ജയ്. 1 2 3 4 6 8 3 6. ഡേയ് മര്യാദയ്ക്ക് എണ്ണേ. മര്യാദയ്ക്ക് എണ്ണ. മര്യാദയ്ക്ക് എണ്ണ. 6 6 6. എടീ, നീ മനഃപൂർവ്വം എണ്ണം തെറ്റിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. എടീ, നീ എന്റെ ഈ കൈയുടെ കട്ടിങ്സ് കണ്ട? ഇവിടെ നോക്കടി. കണ്ട കട്ടിങ്സ് കാരണം കേറണ പോലും ഇല്ല. നീ നോക്ക്. നീരിത് കൂടുതൽ ടാക്കല്ലേ കേട്ടാ? നീ ഒരു കാര്യം ചെയ്, എന്റെ കൂടെ പഞ്ച് പിടിക്കാൻ വാ. ഞാനില്ല. എന്ത് പേടിയാ? പേടിയൊന്നുമില്ല, പക്ഷെ ഇല്ല. നീ പുലിനട വീട്ടില അങ്ങാണെങ്കി വാടി. കുടുംബത്തെ പറഞ്ഞു കളിക്കില്ലട്ടാ, ചിലപ്പോ ഞാൻ വരും. എന്നാ വാടി. വരും ഞാൻ. വാ. നീ ജയിക്കുകയാണെങ്കിൽ നീ പറയണ എന്തും ഞാൻ വാങ്ങിത്തരും. തരൂ. പക്ഷെ നീ തോക്കുകയാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ജയിക്കുകയാണെങ്കിൽ നീ എനിക്കൊന്നും വാങ്ങിച്ചു തരണ്ട. അല്ലെങ്കിൽ മേടിച്ചു തരൂല്ല. അല്ലെങ്കിൽ നിന്റെ കയ്യിലൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. എന്നാ വാടി, നമുക്ക് തുടങ്ങാം. വാ. ഞാൻ കുറച്ച് എനർജി ആക്കട്ടെ. ശരിക്ക് തരടി, ഇതൊക്കെ നിന്നെ ഉറച്ചിട്ടാണ്. വാ. ശരി ശരി, വാ വാ. ഈ സൈഡ് എന്റെയാണ് കേട്ടല്ലോ. അതെനിക്കറിയാം. നീ കൊറേ ആക്കു. ഞാൻ ഫൗളൊന്നും ചെയ്യില്ല. കളിച്ച് കളിച്ച് ഗുസ്തി അത് തുടങ്ങിയാ? കോൺസെൻട്രേഷൻ കളയാതെ എനിക്ക് പോ അമ്മ അവിടെന്ന്. എടി പിങ്കി, നീ ഇന്ന് തീർന്നടി. ഇത് കൈ വേറെയാണ് കേട്ടാ. എന്തേ? സന്തോഷിക്കൊന്നും വേണ്ട. 2-3 പ്രാവശ്യം ഇരുമ്പൊക്കെ തൂക്കി പിടിച്ചേ. 2 മുട്ടയൊക്കെ കഴിക്കുമ്പോ എനിക്കും വരും ഈ ബലം. ബലം ഒരു വരമാണെടി. എടി, മരം ഒരു വരം എന്നല്ലേ അല്ലേ? ഇതെപ്പോ തുടങ്ങിയത്? അമ്മ പറഞ്ഞ ഒരു കൈ നോക്കാം. വാ. പോണ എണിച്ച് തരത്തി കളി. അമ്മ കേറമ്മ. വാ. പിന്നെ പോടുന്നു, എനിക്ക് വേറെ പണിയുണ്ട്. അയ്യോ, എന്ത് പേടിയാ? പേടി എനിക്ക്, അത് നിന്നെ. പോയർക്കല്ലേ അമ്മ, 5 മിനിറ്റിന്റെ കേസേ ഉള്ളൂ, പെട്ടെന്ന് വാ. പോണ്ടേ, എനിക്ക് വേറെ പണിയുണ്ട്. ഇവക്ക് ഭയങ്കര അഹങ്കാരം. ഇന്ന് തീർത്ത് കൊടുക്കണം. ഞാൻ പിടിച്ചു, നിന്റെ കൈ കൊടിഞ്ഞു. അത് നമുക്ക് നോക്കാലോ. ധൈര്യമാണെങ്കിൽ വാ അമ്മ. ധൈര്യത്തിനൊന്നും ഒരു കുറവില്ല. പിന്നെ നിന്റെ കൈന് ഒടിഞ്ഞാൽ എനിക്ക് കളിക്കാനൊന്നും പറ്റൂല. അത് ശരിയാണ് റിങ്കി. അമ്മ പുലിനട വീട്ടിലെ ഭാർഗവും പിള്ളേരെ മോളാണെങ്കി വരും. ഇപ്പൊ കാണിച്ചു തുടങ്ങാം. അല്ല, നില്ല പൊടി ഇതൊക്കെ കൊള്ളണം. പൊടി വരും.
പെട്ടെന്ന് പെട്ടെന്ന് ഇല്ല എന്തോന്ന് എന്തോന്ന് പെട്ടെന്ന് പെട്ടെന്നൊന്നു എന്തോന്നു പഞ്ച് 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 പിടുത്തം. ഞാനും അമ്മയും അമ്മായി മോളോ ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. പിടിയടി എന്റെ മോളത് പിടി നീ. ആ നമുക്കങ്ങനെ തോൽവി ചെയ്യാന്നുള്ള പേടിയൊന്നുമില്ല. ഞാനേ ഭാർഗവൻ പിള്ളയുടെ മോളാണ്. ഇന്ന് കാണിച്ചു കൊടുത്തിട്ട് തന്നെ മക്കളെ മക്കളെ കാണാം. പിടിയടി. രംഗി രംഗി കൊടുക്കല്ലേ മണി ഓൾ ദ ബെസ്റ്റ്. ഞാൻ റഫറി. മണിയുടെ മോൻ കണ്ടാലേ അറിയാം. എന്ത് പേടിച്ചിരിക്കുകയാണ്. പേടിച്ചൊന്നുമല്ല. ഞാൻ സ്റ്റാർട്ട് വിളിക്കുമ്പോ ഓക്കെ റെഡി. അമ്മക്ക് സൈഡിക്കല്ലേ ഇവിടെ ശ്രദ്ധിര് ശ്രദ്ധിര് എന്ത് എന്ത് ശ്രദ്ധിര്. പിടി പിടി. റെഡി 1 2 3. മണി വിട്ടുകൊടുക്കല്ലേ കമ്പും കൊണ്ട് വന്നേക്കാണ്. മണി വിട്ടുകൊടുക്കല്ലേ. ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാർഗവൻ പിള്ളയുടെ കൊച്ചുമോളും മോളും തമ്മിൽ മണി മത്സരം. രവിയുടെ മോളത്താണ് നിന്റെ കളി. ഓ പിന്നെ കൈ ഉളുക്കി ഇച്ചിരി സ്റ്റാമിനയും കുറവായിരുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കാം. ഞാൻ പണ്ടേ തോപ്പിച്ചല്ല. ഇനി ആരുണ്ട് എന്റെ കൂടെ പഞ്ചു പിടിക്കാൻ? അതെ ഇനി ഉണ്ടാ ഒന്നുകൂടി പിടിക്കണ മോളോടെ പിടിക്കണ എന്റെ മോളോടെ പിടിക്കണ ഭാർഗവൻ പിള്ളയുടെ മോള്. അതെ അച്ഛൻ അച്ഛൻ ഉണ്ട് നിന്റെ കൂടെ. ഇത് കൈ വേറെയാണ് മോളെ. മക്കളെ ചെല്ല്. പണ്ടേ പറഞ്ഞില്ലേ ഇപ്പൊ തുടങ്ങുന്നു. പണ്ട് പശുവും പോത്തൊക്കെ പാഞ്ഞു പോകുമ്പോഴും ഒറ്റ കൈ കൊണ്ട് ഞാൻ പിടിച്ചു നിർത്തിയത്. അതല്ലേ പറയാൻ. അച്ഛാ വാ അച്ഛാ ഒരു കൈ നോക്കാം. വാ. ഒന്നുമില്ലല്ലോ എന്റെ മോൾ ഒരു ബോക്സറും ട്രെയിനറും ഒക്കെയാണ്. നല്ല പവർ കാണും കൈക്ക്. അതാണ്. വാ കം ഓൺ. ഓക്കേ നോക്കടി. തുടങ്ങാം. കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല അച്ഛൻ തുടങ്ങിക്കോ. രണ്ടുപേരും ഒരുപോലെ ആയതുകൊണ്ട് റിസൾട്ട് ഒന്നും ഉണ്ടാവൂല. ആര് ജയിക്കും? റിങ്കിക്ക് ശ്വാസം മുട്ടണം. പോടി മോളെ ഇതിങ്ങനെ പിടിച്ചോണ്ടെന്നാ നമ്മൾ പിടിച്ചോണ്ടിരിക്കത്തുള്ളൂ. കാര്യം തരുമ്പോ മോളുടെ കൈ അച്ഛന്റെ കൈ പോലെ സ്ട്രോങ് ആണ്. അച്ഛനും ഞാനും സ്ട്രോങ് ആണ്. ഇത് ചക്ക പൂഞ്ചോള് പോലെ ഇരിക്കുന്നു. കഷ്ടം. അത് തന്നെ. മണി ഒരു കാര്യം പറയാം. ഇങ്ങനെയാണെങ്കിൽ ഒരു 5 വർഷം ആകുമ്പോ പിന്നെ നിനക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റൂല. തടി ഇത് 5 വർഷം കഴിഞ്ഞിട്ടല്ലേ. ഇത് ഇപ്പോഴേ നടക്കാൻ പറ്റണില്ല. കുരുട്ട് സാധനം. ചക്കപ്പൂഞ്ചു പോലെ. ഈ പൊണ്ണത്തടി ഇത് എന്തിനു കൊള്ളാം. തെക്കേപുരയിലെ തൂണിത് കൊള്ളാം. പൊണ്ണത്തടി ഇത് എന്തിനു കൊള്ളാം. തെക്കേപുരയുടെ തൂണിന് പോലെ. പൊണ്ണത്തടി ഇത് എന്തിനു കൊള്ളാം. തെക്കേപുരയുടെ തൂണിന് പോലെ. പൊണ്ണത്തടി ഇത് എന്തിനു കൊള്ളാം. തെക്കേപുരയുടെ തൂണിന് പോലെ. പാവം. പൊണ്ണത്തടി ഇത് എന്തിനു കൊള്ളാം. തെക്കേപുരയുടെ തൂണിന് പോലെ. രണ്ടും ചക്കപ്പൂഞ്ഞല്ല. ചുമ്മാ തിന്ന് ഇരിക്കും തള്ളയും മോളും. പട്ടാപ്പകൽ വീട് കുത്തി തുറന്നു. ഇവിടെ രാവിലെ തന്നെ 2 ഡോറും തുറന്നു കിടപ്പുണ്ട്. ആർക്കും കുത്തി തുറക്കണ്ട, വന്ന് കയറിയാ മതി. അമ്മ പാലമുട്ടേ. പാലുമുട്ട നിനക്ക് ആരും കൊണ്ടുവരും? അമ്മ അതിനിവിടെ ആരുമില്ല. ഒച്ചേ എവിടെ പോയി? എനിക്കെങ്ങനെ അറിയാം? രാവിലെ ചായ പോലും കിട്ടിയില്ല. 2 വാതിലും തുറന്നിട്ടിട്ടുണ്ട്. ഇതെന്തോന്ന് ഇവിടെ മൊത്തം വെള്ളം? എന്താ വെച്ചത്? ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത്. പത്രവും വായിക്കാൻ, ചെടിക്ക് വെള്ളം ഒഴിക്കാൻ ചെയ്യാം. ഇവിടെ വേറെ പണികൾ ചെയ്യാൻ ആളില്ലല്ലോ. അപ്പൊ 2 in 1. എന്തായാലും കൊള്ളാം. മക്കളെ ഇത് ആ ചട്ടിയിലോട്ട് കിട്ടാണ്. അച്ഛൻ ഒഴിച്ചോണ്ടിരിക്കായിരുന്നില്ലേ? നീ ഇപ്പൊ വന്നില്ലേ? നിനക്ക് ഒഴിച്ചൂടെ? എല്ലാം കൊള്ളാം. എടേ ഓടാൻ പോയിരുന്നാണ് കേട്ടോ 2 കൂടി. അച്ഛാ ഞങ്ങൾ 8 കിലോമീറ്റർ ഓടി. നാളെ 10 കിലോമീറ്റർ ഓടണം അല്ലേ അമ്മ? ഒരു 12 വരെ പിടിക്കടി. കിലോമീറ്ററാ? എന്ത് നിനക്ക് മാത്രമേ 12 കിലോമീറ്റർ ഓടാവോ? ഞങ്ങൾക്കൊന്നും ഓടിക്കൂടെ? പക്ഷെ ഒരു കാര്യം, ഓടിക്കോ 10ഓ 12ഓ. അവസാനം വയ്യായിക വന്ന് കിടക്കല്ല്. കിടപ്പിലായാലും സാരമില്ല. പക്ഷെ ഇനി പരിഹാസം കേൾക്കാൻ വയ്യ. നോക്കിക്കോ രവി ഏട്ടാ, ഞാനേ 1 മാസത്തില് 10 കിലോ കുറച്ചിരിക്കും. ഞാൻ 8. ഞാൻ ഞെട്ടും. രവി ഏട്ടാ
നാളെ മുതലേ ബാങ്കിൽ പോകാൻ നേരത്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റേ തരുള്ളൂ. ഉച്ചയ്ക്കുള്ള ഫുഡ് ഹോട്ടലിൽ നിന്ന് കഴിച്ചാൽ മതി. അതെന്ത്? 12 കിലോമീറ്റർ ഓടുമ്പോഴേ ഉച്ചയാവും. പിന്നെ എങ്ങനെയാണ് ഈ ചോറും കറിയൊക്കെ ഉണ്ടാക്കണത്? ഡേ മുട്ടയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പോയാലോ, വാ കഴിക്കാം. പ്രോട്ടീൻ. യെസ്. ചവച്ച് ചവച്ച് തിന്ന് വിഴുങ്ങാതെ. ചവച്ച് ഞാൻ തിന്നാ. മഞ്ഞ മാറ്റി വെച്ചില്ലേ നീ? കഴിച്ചൂടാ. മുട്ടയുടെ വെള്ളം എത്ര വേണമെങ്കിലും കഴിക്കാം. ചേച്ചി ചെയ്യണ കണ്ടിട്ടില്ലേ? ആണൊന്നുമില്ല. ആണ് 3 മുട്ട കഴിച്ചു. ഇനി മതി. എനിക്ക് കഴിക്കണമെന്നുണ്ട്. വയറ് സമ്മതിക്കില്ല. ഗ്രീൻ ടീയും കൂടെ വേണമായിരുന്നല്ലേ? പിന്നെ വേണം വേണം വേണം. നമുക്കിടാം. രവിയേട്ടാ, ഉച്ചക്കേ ചോറ് വേണോ? ചപ്പാത്തി വരെ? ഒരു പിടി ചോറ് ഉച്ചക്ക് കൊണ്ടുവരണം മണി. പിന്നെ ഈ അരിയും ഗോതമ്പും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അരിയാകുമ്പോൾ കുറച്ച് തിന്നണം, പക്ഷെ കറികള് കൂടുതൽ കഴിക്കണം. അതൊക്കെ അറിയാം. പക്ഷെ ചോറും കറിയൊക്കെ മുന്നിൽ വന്നു കഴിയുമ്പോഴേ നമ്മൾ അറിയാതെ തിന്നു. അതിന് കൺട്രോൾ ചെയ്യണം. അതിനൊരു കൺട്രോളിങ് പവർ വേണം. ഒന്നും നടക്കൂല. ഡയറ്റ് രാജകുമാരില്ലേ, അവള് നല്ല മീൻ പൊരിച്ചത് മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പറ ചോറില്ല. എന്തോ കേട്ടില്ല. കേൾക്കൂല. ബാങ്കിൽ നിന്ന് വരുമ്പോ ചീര വാങ്ങിച്ചോണ്ട് വരണം. ചീര ചീരയും കീരയൊക്കെ ഒന്ന് തന്നെ. ചോപ്പായാലും പച്ചയായാലും ഏതായാലും കുഴപ്പമില്ല. അച്ഛാ കൊണ്ടയോടെ ഉയരത്തിൽ കെട്ടിത്തൂക്കിയിട്, രണ്ടും കൂടി വലിഞ്ഞു കഴിച്ചോളൂ. അങ്ങനെയെങ്കിലും കഴുത്തിനൊക്കെ നീളം വെക്കട്ടെ. എന്നാലും പൊക്കം വെക്കണ്ടേ? കളിയാക്കിയതാണല്ലേ? അതുണ്ടാവൂല. ഞങ്ങൾ ആടും മാടും ഒക്കെ അഴിച്ചു ഇങ്ങനെ കറച്ച് പറിച്ചൊക്കെ തിന്നാൻ. ഡേ ഇവിടെ മാറും കൊണ്ട എന്റെ അമ്മ ഒരു ദിവസം ഓടാൻ പോയതേ ഉള്ളൂ. ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. ഇടി ലാലേട്ടന് ശേഷം പിന്നെ ഞാനേ ചെയ്തിട്ടുള്ളൂ. ലാലേട്ടനും മമ്മൂക്കൊക്കെ കാണിക്കാം. നീ ഇവിടെ മൂടിടിച്ചു വീണ് കഴിഞ്ഞാലേ ലാലേട്ടൻ കാണൂല, ഈ രവിയേട്ടനെ കാണുള്ളൂ. ഓ പിന്നെ ഡേ 40 വയസ്സ് കഴിഞ്ഞവർക്ക് ബോക്സിംഗ് ഇറങ്ങാൻ പറ്റുമോ? ഇറങ്ങല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ തടിയൊക്കെ കുറച്ചിട്ട് ഞാൻ നിന്റെ കൂടെ റിങ്ങിൽ ഇറങ്ങുന്നുണ്ട്. പിങ്കി come on, let's move on to the next plan. Okay mom. Bye guys. മക്കളെ, ഇത് നമുക്ക് പണിയാവും. മിക്കവാറും പണിയാവും. എന്താ ചിരി നിർത്താൻ പറ്റണില്ലേ? വണ്ണം കൂടുതലാണെന്നും പറഞ്ഞ് പരിഹാസം, അത് കുറയ്ക്കാൻ നോക്കുമ്പോ അതിനും പരിഹാസവും. നിങ്ങൾക്ക് ഇത് എന്തോന്ന് ടൈപ്പ്? മക്കളെ വാ പോത്തോട്ട്. പണി വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കല്ലേ. പിന്നെ നാട്ടുകാരല്ലേ എനിക്ക് ചെലവിന് തരണേ. അച്ഛൻ ഒരു അസിസ്റ്റന്റ് മാനേജർ ആണെങ്കിലേ ഭയങ്കര ഓൾഡ് ഫാഷൻ ആണ് കേട്ടോ. വാ നമുക്ക് ചെയ്യാം. അച്ഛാ ഞാൻ ഒരു സത്യം പറയട്ടാ, ഇപ്പൊ ഇവരെ കണ്ടാ എങ്ങനെ ഇരിക്കണെന്നറിയോ? വരിക്കച്ചക്കയും കൂഴച്ചക്കയും നിന്ന് ഡാൻസ് കളിക്കും പോലെ ഉണ്ട്. സംശയം ഉണ്ട്. വരിക്ക അമ്മ, കൂഴ പിങ്കി. നീ ചെയ്. എന്തോ ഇങ്ങനെ അല്ലേ? അമ്മ എണീരമ്മ. മണി മണി എന്ത് പറ്റി? ബാക്ക് അടിച്ച് വീണ്. മണി എഴുന്നേക്ക് മണി. കളിക്കാം, സുംബ കളിക്കാം. പറ്റണില്ല. ഓ ഇനി തൈലോട്ട് തിരുമേണ്ടി വരുമല്ലോ. തൈലം പാടി. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കുന്നു. ഒക്കെ വെട്ടിയിട്ടോല്ലേ വീണ. അപ്പൊ അപ്പടി മണി തൂങ്ങ്. എന്താണ് കുളിക്ക്? എന്റെ അമ്മ നടുകുളിഞ്ഞു. പുലിനട കുടുംബത്തിലെ പാരമ്പര്യം മൊത്തം ഇതിന്റെ അകത്തുണ്ട്.